ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കളി പഠിപ്പിക്കാൻ ഒരുങ്ങി മുഖ്യ പരിശീലകനായി ഖാലിദ് ജമീൽ. AIFF എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലായിരുന്നു തീരുമാനം. IM വിജയന്റെ നേതൃത്വത്തിലുള്ള ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഖാലിദ് ജമീലിനെ ശുപാർശ ചെയ്തിരുന്നത്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് ജംഷഡ്പൂർ FC പരിശീലകനാണ് ജമീൽ. 3 അംഗ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനായി അദ്ദേഹത്തെ നിയമിക്കുന്നത്. മുമ്പ് ഈസ്റ്റ് ബംഗാളിന്റെയും മോഹൻ ബഗാന്റെയും മാനേജറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഖാലിദ് ജമീൽ. 2017 ഐസ്വാൾ FCയെ I ലീഗ് ജേതാക്കളാക്കിയത് ഖാലിദ് ജമീൽ കരിയറിന്റെ വലിയൊരു നേട്ടമായിരുന്നു. കൂടാതെ ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെയും ജംഷഡ്പൂരിനെയും സെമിയിൽ എത്തിച്ചതും ഖാലിദ് ജമീൽ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നതിൽ സുപ്രധാന കാരണമായിട്ടുണ്ട്. പരിശീലകരാകുവാൻ 170 പേരാണ് അപേക്ഷിച്ചിരുന്നത്. അന്തിമ പട്ടികയിൽ ഖാലിദ് ജമീലിനെ കൂടാതെ ഇംഗ്ലീഷുകാരൻ സ്റ്റീഫൻ കോൺസ്റ്റൻ റൈനായും സ്ലോവാക്യൻ സ്റ്റീഫാൻ തർക്കോവിച്ചുമാണ് ഉണ്ടായിരുന്നത്. മനോലോ മാർക്കസ് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ഇന്ത്യയിൽ പുതിയ കോച്ചിനെ തേടിയത്. ഫിഫ റാങ്കിങ്ങിൽ 133 സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യയുള്ളത്. ഇവിടെ നിന്നും ടീമിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന കടുത്ത വെല്ലുവിളിയാണ് ഖാലിദ് ജമീലിനെ കാത്തിരിക്കുന്നത്. ഒക്ടോബർ 9 ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ സിംഗപ്പൂരിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. 48കാരനായ ഖാലിദ് ഇന്ത്യക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. സമീപകാലത്ത് ടീമിന്റെ പ്രകടനം ദയനീയമായിരുന്നു. ഏഷ്യൻ കപ്പിലും ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലും തകർന്നടിഞ്ഞിരുന്നു ഇന്ത്യ. ഇതോടെ ക്രൊയേഷ്യക്കാരനായ ഇഗർ സ്റ്റീമച്ചിനെ പരിശീലക സ്ഥാനത്തു നിന്നും പുറത്താക്കുകയായിരുന്നു. പിൻഗാമിയായാണ് FC ഗോവയുടെ ചുമതലയുള്ള മനോനയെ നിയമിച്ചത്. എന്നാൽ സ്പാനിഷുകാരനും ടീമിനെ ഉണർത്താനായില്ല. 8 കളിയിൽ വന്ന ഒറ്റ ജയം മാത്രമാണ് സമ്മാനിക്കാനായിട്ടുള്ളത്. പിന്നാലെ AIF പുതിയ കോച്ചിനെ തേടിയിറങ്ങിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യൻ പരിശീലകനാകും ഉത്തമമെന്ന നിലപാടിലേക്ക് AIF എത്തുകയായിരുന്നു. വിദേശ കോച്ചിനെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷിയും നിലവിലില്ല. ടെക്നിക്കൽ കമ്മിറ്റി ചെയർപേഴ്സൺ IM വിജയൻ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഷബീർ അലി, അംഗമായ ക്ലൈമാക്സ് ലോറൻസ് അടക്കമുള്ളവർക്ക് ഖാലിദ് ജമീലിനെ നിയമിക്കണമെന്ന നിലപാടുണ്ടായിരുന്നു.